Okay. Next, inventory control. Inventory control. One of the important aspects of overall material management is inventory control. നമ്മൾ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ രണ്ട് ഓപ്ഷനുള്ളൂ. ഒന്നിൽ എന്ത് ചെയ്യുക, സെല്ലിംഗ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുക. പക്ഷെ സെല്ലിംഗ് പ്രൈസ് ഇംപ്രൂവ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കോമ്പറ്റീഷനെ ബാധിക്കും അല്ലേ? അപ്പം വേറെ ഓപ്ഷൻ എന്താ, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക. ഇപ്പൊ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ലേബർ, മെറ്റീരിയൽ, ഇനി അതർ ഓവർ ഹെഡ് അല്ലെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. അപ്പൊ അതിന്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ഓഫ് ഓവറോൾ മെറ്റീരിയൽ മാനേജ്മെന്റ് ഈസ് ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി എന്ത് ചെയ്യണം, നമ്മൾ കൺട്രോൾ ചെയ്യണം. ഇറ്റ് ഈസ് നെസസറി ടു അവോയ്ഡ് ദി ഓവർ സ്റ്റോക്കിംഗ് ആസ് വെൽ ആസ് അണ്ടർ സ്റ്റോക്കിംഗ്. അണ്ടർ സ്റ്റോക്കിംഗ് എങ്ങനെ നമ്മളെ ബാധിക്കുക? അത് നമുക്കിപ്പോ എന്ത് ചെയ്യും, ഓർഡറുകൾ നഷ്ടപ്പെടും അല്ലെ? ഓക്കെ. ഫോർ എൻഷുറിംഗ് ദിസ്, മാക്സിമം ലെവൽ, മിനിമം ലെവൽ ആൻഡ് റീഓർഡർ ലെവൽ ആർ ഫിക്സഡ്. ഓക്കെ, ഇങ്ങനെ ഒരു സാധനം നമ്മൾ ഫിക്സ് ചെയ്യും. മാക്സിമം ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ട, സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ? മിനിമം ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട. റീഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ അറ്റ് ദിസ് പോയിന്റ് വി നീഡ് ടു പ്ലേസ് എൻ ഓർഡർ. ഓക്കെ. Then for inventory control, the following methods are used. ഇതൊക്കെയും എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. ഒന്ന് ABC സിസ്റ്റം, then just in time inventory, then two bin system, then stocks level, then perpetual inventory system. Okay, ഇതൊക്കെ എന്താണ്, ഇൻവെന്ററി കൺട്രോൾ ചെയ്യാനുള്ള ടെക്നിക്സ് ആണ്. അപ്പൊ ഇതിനെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഡീറ്റെയിൽ ആയിട്ട് പോവാണ്. ഓക്കെ. Perpetual inventory system. The main advantage of this system is that it avoids disruptions in the production caused by the periodic stock taking. ഇത് പെർപെച്വൽ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകും. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ മെഷർമെന്റ് ഒക്കെ എടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സിസ്റ്റത്തെയാണ് പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം എന്താ, പീരിയോഡിക് സ്റ്റോക്ക് ടേക്കിംഗ് എന്ന് പറയുന്ന സംഭവം എന്ത് ചെയ്യില്ല, ഇതിനെ ഇന്ററപ്റ്റ് ചെയ്യില്ല. നമ്മൾ ചില ദിവസങ്ങൾ നമ്മൾ ബാങ്ക് ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവിടുത്തെ 1 ഇയർ ചിലപ്പോൾ എന്ത് ചെയ്യും, പിന്നെ കാൽക്കുലേഷൻസ് ഒക്കെ നടത്തുന്നത് കാണാം അല്ലെ, ക്ലോസ് ചെയ്യുന്നത് കാണാം. അപ്പൊ അന്ന് അവർക്ക് വേറെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലെ? നിങ്ങൾ വലിയൊരു ഷോപ്പിംഗ് മാളാണ്, അപ്പൊ അവിടെ ഈ റെന്റിങ്ങിൽ എന്ത് ചെയ്യുന്നുള്ളൂ, മൊത്തം കണക്കെടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ദിവസം നമുക്ക് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എല്ലാം കയറി നമ്മൾ എണ്ണി നോക്കേണ്ടി വരും അല്ലെ? ഓക്കെ. അപ്പൊ പിൻകാർഡ് പറഞ്ഞു, ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് റെക്കോർഡ് ഓഫ് all receipts of material, issue of material and balance of material on a particular day. Then bin card do not record amount of receipt or issue, it record only the quantity of stores department. Then stock ledger. Stores ledger is prepared by accounting department. That ledger is records of quantities and values. Then നമ്മൾ നേരത്തെ പറഞ്ഞ ABC ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ABC. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ എക്സാമിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, മോഡൽ എക്സാമിൽ അല്ലേ? ABC system. In this inventory are classified according to value of usage. നമ്മളെ വീട്ടിൽ നമ്മൾ പല കാര്യങ്ങളെയും എന്ത് ചെയ്യും, പല വാല്യൂവിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന വാല്യൂ അനുസരിച്ച് അല്ല. നിങ്ങൾ SLC ബുക്ക് വെച്ചതുപോലെയല്ല നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടുണ്ടാവുക. അതുപോലെ ആയിരിക്കില്ല നമ്മൾ വാങ്ങുന്ന ന്യൂസ് പേപ്പർ വെച്ചിട്ടുണ്ടാവുക അല്ലെ? മൂന്ന് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ. വാല്യൂ ഒരു പക്ഷേ എന്തിനായിരിക്കും, ന്യൂസ് പേപ്പറായിരിക്കും അല്ലെ? SLC ബുക്കിനേക്കാളും ആണോ? SLC ബുക്കിനേക്കാളും അല്ലല്ല. ഓക്കെ, ശരി. അപ്പം ABC system. In this system, inventories are classified according to value of usage. Materials are classified as A, B, C. നമ്മളെ കയ്യിലുള്ള മെറ്റീരിയൽ നമ്മൾ A, B, C എന്ന് എന്ത് ചെയ്യും, ഗ്രൂപ്പ് ചെയ്യും. നോക്കിയേ. ഓക്കെ. The high value item should be controlled more carefully. Okay. നോക്കിയേ,
എ എന്ന് പറയുന്നത് എന്താണ്? ഹൈ വാല്യൂഡ് ആണ്. ഓക്കെ, ഹൈ വാല്യൂഡ് ആണ്. ടോട്ടൽ ഓഫ് ഐറ്റം അല്ലെങ്കിൽ ടോട്ടൽ ഓഫ് വാല്യൂ ഓഫ് ഇൻവെന്ററി എന്ന് പറയുന്നത് നോക്കിയാൽ ഇത് നമ്മുടെ കയ്യിൽ 10% ക്വാണ്ടിറ്റി നോക്കുകയാണെങ്കിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിന്റെ വാല്യൂ നോക്കുന്ന സമയത്ത് എത്ര ശതമാനം ഉണ്ടാവും? ഇവിടെ നോക്കിയാൽ ടോട്ടൽ ഇൻവെന്ററി വാല്യൂവിന്റെ 70% എന്തായിരിക്കും? ഈ 10% ഉള്ള ഐറ്റം ആയിട്ട് വരുന്ന എ കാറ്റഗറി ഓഫ് ഇൻവെന്ററി. അപ്പൊ മനസ്സിലായോ? നമ്മുടെ വീട്ടിൽ ഗോൾഡ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ അളവിലുണ്ടാവും, പക്ഷെ അതിന്റെ വാല്യൂ എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ദെൻ ബി കാറ്റഗറി 35% ഐറ്റം എന്താണ്? 35% ഉണ്ട്, വാല്യൂ എന്തുണ്ട്? 25%. ദെൻ സി കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒരു ചീപ്പ് ആയിട്ടുള്ള ഇൻവെന്ററീസ് ആണ്. അത് നമ്മളെ ക്വാണ്ടിറ്റി നോക്കുകയാണെങ്കിൽ 55% അതായിരിക്കും അല്ലെ. ബട്ട് അതിന്റെ വാല്യൂ എത്രയേ ഉള്ളൂ? ടോട്ടൽ വാല്യൂവിന്റെ 5% ഉള്ളൂ. സോ വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ എ എന്നും ബി എന്നും സി എന്നും കാറ്റഗറി ചെയ്തുകൊണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിയും. Then next, just in time inventory. Just in time inventory. Just in time inventory. Material purchased from supplier should directly go the assembly line, that is to the production department. There should not be any need of storing of material. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പം പല നമ്മള് മാളിലൊക്കെ ഉണ്ടാവുന്ന ചില സ്പേസസിലൊന്നും നമുക്ക് സ്റ്റോക്ക് കാണാൻ പറ്റൂല അല്ലെ. നമുക്ക് അതിന്റെ ബ്രോഷ്യൂസും അതിന്റെ ഡെമോ ഒക്കെ കാണുള്ളൂ അല്ലെ. നമ്മള് ഓർഡർ പ്ലേസ് ചെയ്ത് അന്നേരം നമ്മളെ മുന്നിലേക്ക് ആ പ്രൊഡക്റ്റ് വരും. അല്ലാതെ ആ ഷോപ്പ് നിറച്ചും എന്തിന്റെ ആവശ്യമില്ല? പ്രൊഡക്റ്റ് നിറച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി എന്ന് പറയും. ഓക്കെ, the benefit of just in time inventory system are as follows. Right quantities are purchased or produced at the right time. Waste ആവൂല അല്ലെ. Then cost effective production. Then inventory carrying cost are eliminated totally. നമ്മളിൽ എന്ത് ചെയ്യണം? വലിയ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തിട്ട് നമ്മളെ അടുത്തേക്ക് വന്ന് സ്റ്റോർ ചെയ്യേണ്ടി വരും അല്ലെ. Then saving the storage cost. Then losses due to breakage, wastage, pilferage, etc. are avoided. പലതരത്തിലുള്ള ഡാമേജ് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവോയ്ഡ് ചെയ്യാൻ കഴിയും. ഇതാണ് എന്ത്? ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി. Then നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടു ബിൻ സിസ്റ്റം ആണ്. ടു ബിൻ സിസ്റ്റം ഇത് നമുക്ക് വളരെ പരിചയമുള്ള ഒരു സിസ്റ്റം ആണ്. ടു ബിൻ സിസ്റ്റം. In two bin system, there are two bin inventory control methods is mainly used for small and low value items. When items in the first bin have finished, an order is placed to refill or replace this item. The second bin contain enough quantity of item until the order of quantity arrives. നമ്മളിപ്പം ബൈക്കിൻ്റെ അകത്ത് മെയിനും റിസർവും ഇല്ല അല്ലെ. മെയിൻ എക്സോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോകും? റിസർവിലേക്ക് പോകും. ഈ റിസർവിലേക്ക് പോകുന്ന എന്തിനു വേണ്ടിയിട്ടാ? ആ ഷോർട്ടേജ് നിർത്താൻ വേണ്ടിയിട്ടാ അല്ലെ. നമുക്ക് പെട്ടെന്ന് തന്നെ റീഫിൽ ചെയ്യണം, ശരിയല്ലേ? കാരണം തൽക്കാലം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് എടുക്കാം. അതേപോലെ ഈ ബിൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാ? ടു അവോയ്ഡ് ദ പ്രോബ്ലംസ് ടിൽ ദി ക്വാണ്ടിറ്റി റിസീവ്ഡ് അല്ലെ. നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത ഓർഡർ കഴിഞ്ഞ് മെറ്റീരിയൽ ഇവിടെ എത്തുന്നവരെയുള്ള ടൈം ഗ്യാപ്പ് ഇല്ലേ, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? ഈ ബിന്നെ നമ്മൾ ഉപയോഗിക്കുന്നു. ദിസ് ഈസ് കോൾഡ് ടു ബിൻ സിസ്റ്റം. ഓക്കെ ആണോ? ക്ലിയർ? ദെൻ സ്റ്റോക്ക് ലെവൽ ആണ്. നമ്മളിത് പ്രോബ്ലം ചെയ്യാനുണ്ട്. സ്റ്റോക്ക് ലെവലിന്റെ ഇതിൽ മാക്സിമം ലെവൽ ഉണ്ട്. മാക്സിമം ലെവൽ 100 ക്വാണ്ടിറ്റി ആണെങ്കിൽ 100 ക്വാണ്ടിറ്റി. ഓക്കെ, ദെൻ ഇതിന് റീഓർഡർ ലെവൽ ഉണ്ട്. ദെൻ ഇതിന് മിനിമം ലെവൽ ഉണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഇതിലേക്ക് താഴ്ന്നു പോകാൻ പാടില്ല. ഇതിലേക്ക് വലിയൊരു സ്റ്റോക്ക് നമ്മൾ കീപ്പ് ചെയ്യാൻ പാടില്ല അല്ലെ. ഓവർ സ്റ്റോക്കിങ്ങും അണ്ടർ സ്റ്റോക്കിംഗ് പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ലെവല് സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇൻവെന്ററി മാനേജ് ചെയ്ത് പോകണം. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം.